ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കുറച്ച് ഏലം കാണാം കേട്ടോ. നമ്മൾ കട്ടപ്പനയാണ് ഉള്ളത്. ദേണ്ട ഇവിടെ ഒരു കുളമുണ്ട്. ഏലത്തിന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുളം കുഴിച്ചിട്ടേക്കുന്നത് കേട്ടോ. രാവിലെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇപ്പോൾ ഒരു 7:30 ആ സമയമാവുന്നതേ ഉള്ളൂ. കുറച്ച് ദിവസം കൊണ്ട് മഴയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒരു വെയിൽ വന്നെയാണ്. ദാണ്ട ഏലം നല്ലതുപോലെ പൂത്ത് കായ്ച്ച് അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. ദാണ്ട ഏലത്തിൻ്റെ കായൊക്കെ കണ്ടോ. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഏലം കൃഷിയോ ഏലത്തിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാനൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഏലം ഉണ്ടായിരുന്നു. അത് കണ്ടു വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. ഇവിടെ മുമ്പ് തേയിലയും ഉണ്ടായിരുന്നു. ഇപ്പം തേയിലയൊന്നുമില്ല, ഇവിടെ ഏലം മാത്രമേ ഉള്ളൂ. തേയില ഞാൻ പിന്നെ കാണിച്ചു തരാം. കുറച്ചപ്പുറത്തായിട്ട് തേയില ഉണ്ട്. ഇവിടെയല്ല, നമ്മളിപ്പോൾ മാമൻ്റെ വീട്ടിലാണ് പോയേക്കുന്നത് കേട്ടോ. വെക്കേഷന് വന്നതാണ്. ഇപ്പോൾ 2 ദിവസമായി നമ്മൾ വന്നിട്ട്. സ്കൂൾ തുറന്ന് ഇത്രയും ദിവസമായി ഈ വീഡിയോ ഇപ്പോഴാണ് ഞാൻ ഇടുന്നത്. സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് ഏലമൊക്കെ നല്ലതുപോലെ ഒന്ന് കാണാം. ഇതിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. ഇതിൻ്റെ പൂവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈസ് വെള്ളയിൽ ഒരു നീല വരെയുള്ള, ഞാൻ അടുത്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഓസ് ഇട്ടേക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇടയിലോട്ട് കയറാൻ പറ്റുന്നില്ല. അതുമല്ല, ഇന്നലെ മരുന്നടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇത് മരുന്നടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വിഷമല്ലേ, അതിനകത്ത് തൊട്ടുകൂടെന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ അതിനകത്തൊന്നും തൊടാൻ പോയില്ല. കണ്ടോ വെള്ളപ്പൂവ്, ഏലക്ക ആയി വരുന്നുണ്ട്. നമ്മൾ താഴോട്ട് ഇറങ്ങിപ്പോയിട്ട് ഒരു കുഴി കണക്കാണേ. താഴോട്ട് ഇറങ്ങിപ്പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് മുകളിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുക. വേണ്ടേ, എല്ലാത്തിലും കായൊക്കെ അത്യാവശ്യം കായൊക്കെ ആയി വരുന്നുണ്ട്. നമ്മൾ വരുമ്പോഴത്തേക്ക് വന്ന് കാണാറുണ്ട്. ഇതുവരെയ്ക്കും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇങ്ങനെ വന്നപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എല്ലാം പൂത്തൊക്കെ നിൽപ്പുണ്ട്, നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ ഒന്നൊരു നല്ല തണുപ്പുണ്ട് കേട്ടോ. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയ്ക്ക് ഇച്ചിരി കട്ടിയുണ്ട്. പിന്നെ നല്ല രാവിലെയും കൂടെ ആയതുകൊണ്ട് ചൂടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇത് രാവിലെ കാണാൻ ഇറങ്ങിയേക്കുക. ഇന്ന് തന്നെ നമ്മൾ തിരിച്ചു പോകും. അതുകൊണ്ടാണ് രാവിലെ ഇത് കാണാൻ ഇറങ്ങിയത്. കണ്ടിട്ടൊക്കെ അങ്ങ് പോവാനാണ് കേട്ടോ. ഞാൻ പൂവും അടുത്ത് കാണിച്ചു തരാവേ. ഇത് കണ്ടോ, മുകളിൽ ചെന്നിട്ട് തേയിലയും കാണിച്ചു തരാം. രണ്ടും കൂടെ ഒരു വീഡിയോയിൽ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. കുറച്ചപ്പുറത്താണ് തേയില ഉള്ളത്, അതുകൊണ്ടാണ് കേട്ടോ. മുമ്പൊക്കെ ഇവിടെ വരുമ്പോൾ നല്ല തണുപ്പൊക്കെ ആയിരുന്നു കേട്ടോ. കട്ടപ്പനയിലോട്ട് വരുമ്പോഴേ, ഇപ്പം വരുമ്പം വലിയ തണുപ്പൊന്നുമില്ല, നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്. ഇപ്പം നമ്മൾ വന്നപ്പോഴും വലിയ തണുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. മുമ്പൊക്കെ വരുമ്പോഴും നല്ല തണുപ്പ്, നല്ലൊരു കാറ്റൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പം നമ്മൾ രാവിലെ ആയതുകൊണ്ട് ഇവിടെ ഒരു തണുപ്പുണ്ട്. അങ്ങനെ നമ്മൾ കയറി എത്താറായിട്ടുണ്ട്. വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിൻ്റെ അടുത്തെത്തി. ഞാൻ പൂവ് എന്തായാലും അടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. ഉണ്ട് കണ്ടോ, പൂവ് നല്ല ഭംഗിയാണ് കേട്ടോ. നേരി കാണുമ്പോഴാണ് കണ്ടോ, നേരി കാണുമ്പോഴാണ് നല്ല ഭംഗിക്ക് അറിയുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും പോയി ഒന്ന് കാണാൻ പറ്റത്തില്ലല്ലോ, എല്ലാവർക്കും പല കാര്യങ്ങളല്ലേ. കണ്ടോ, നല്ല രസമാണ് കാണാൻ, പൂവ് കാണാൻ. ചെറിയൊരു പൂവാണ്. കണ്ടോ. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് തേയിലയും കാണിച്ചു തരാം കേട്ടോ. നല്ല രസമാണല്ലോ. വീട്ടിലെത്തി നമ്മൾ തിരിച്ച് താഴേന്ന് കയറി വന്നെയാണ് കേട്ടോ. തിരിച്ച് വീട്ടിലെത്തി.